നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയാരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോട് തുറന്നുള്ള സമയങ്ങൾ നാം ഒരുമിച്ച് തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി കർത്താവ് നമ്മുടെ മേൽ പകരേണ്ടതിന് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളോട് കൂടെ ഇരുന്ന, സഹായിച്ച, വഴി നടത്തിയ, വേണ്ടതൊക്കെ ഒരുക്കി തന്ന, എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അനുദിന ജീവിതത്തിൽ അനുഭവിച്ചവരാണ് നാം ഓരോരുത്തരും. ഇന്നും ഭൂമിയിൽ ആരോഗ്യത്തോട് ആയുസ്സിനെ ദീർഘമാക്കി ദൈവത്തെ ആരാധിപ്പാൻ ഒരു അവസരം കൂടെ കർത്താവ് ഒരുക്കി തന്നപ്പോൾ തീർച്ചയായിട്ടും എന്നെക്കുറിച്ച് ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മുടെ സമപ്രായക്കാർ പലരും പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും എന്തിനാ കർത്താവ് എന്നെ ഒരു ദിവസം കൂടെ ഭൂമിയിൽ നിർത്തിയത്? ആ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവത്തോട് ചോദിക്കണം, കർത്താവെ ഒരു ദിവസം കൂടെ നീട്ടി തന്നല്ലോ, ദൈവത്തിന് എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. നിത്യതയിലെത്തുമ്പോൾ അവിടെ എനിക്ക് ലഭ്യമാകേണ്ട പ്രതിഫലം നഷ്ടമാകാതെ ഒരു ചാൻസ് കൂടെ ദൈവം എനിക്ക് തരിക. നമ്മൾ വളരെ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. എങ്ങനെയെങ്കിലും കുറേ കാലം ഇവിടെ ജീവിച്ച് ഇവിടം അസ്തമിച്ച് ഇവിടം കൊണ്ട് തീരാനുള്ള ഒരു ജീവിതം ആണ് ലോക മനുഷ്യൻ്റേത്. എന്നൊരു ദൈവോപേതൻ്റേത് അങ്ങനല്ല. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നതേ ഉള്ളൂ. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കയറുകയാണ്. തീർച്ചയായിട്ടും വലിയവനായ കർത്താവ് അതിനിട തരേണ്ടതിന് പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വേഗത്തിൽ ദൈവവചനത്തിൽ നിന്നൊരു ചിന്ത ദൈവമക്കളെ പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച അനുഗ്രഹീത സങ്കീർത്തനം 95-ാം സങ്കീർത്തനം. വേദപഠിതാക്കൾ ഇതിൻ്റെ എഴുത്തുകാരൻ ആരെന്ന് അറിയത്തില്ല, ടൈറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഈ സങ്കീർത്തനങ്ങൾ 95 മുതൽ 100 വരെയുള്ള സങ്കീർത്തനങ്ങൾ യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പാടിയിരുന്ന പാട്ടുകളെന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. നമുക്കറിയാം 95-ൻ്റെ 1 വായിച്ചാട്ടെ. യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, ആരാധനയ്ക്ക് ആഹ്വാനം. 96-ൻ്റെ 1 മതി. ഇനി ഓരോന്ന് എടുത്ത് നോക്കിയാൽ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്യുന്ന ഗാനങ്ങൾ. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നവർ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കും. അങ്ങനെയെങ്കിൽ ഈ 6 സങ്കീർത്തനങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരാധനാ ഗീതങ്ങളാണ്. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നവർ, നമുക്കറിയാം, ഒരു കൂട്ടായ്മയ്ക്ക് വന്നാൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഗാന ശുശ്രൂഷയാണ്. എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഒരുപക്ഷെ സാക്ഷ്യത്തിനും കഴിയത്തില്ല. പക്ഷെങ്കിൽ എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ആ കാര്യത്തിൽ നമ്മൾ അല്പം കൂടി ഉത്സാഹരാകണം. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹമാണ്. ഞാൻ വേഗത്തിൽ ഒരു വാക്യം മാത്രം ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഒരു ആരാധനാ ഗീതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറയുന്ന ചില ചരിത്രങ്ങൾ, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അടുത്തൂടെ വായിച്ചോളൂ, 9 വായിച്ചോളൂ. ഇംഗ്ലീഷിലൂടെ വായിച്ചോളൂ. 8 and 9. Do not harden your hearts as in the rebellion, as in the day of trial in the wilderness. When your fathers tested me, they tried me, though they saw my work. അവിടെ നമ്മളൊരു പ്രത്യേക പദമാണ് ദൈവമക്കൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം. ഈ ഇന്നെന്ന് പറയുന്നത് എന്നാ? എല്ലാ ദിവസവും ഇന്നാ. നാളെ വരുമോ നമുക്കറിഞ്ഞുകൂടാ. ഇന്നലെ കഴിഞ്ഞു പോയി. ദൈവം നമുക്ക് തന്നേക്കുന്നത് ഇന്ന. നമ്മൾ പലപ്പോഴും മരിച്ചുപോയ
ഇന്നലകളെ ഓർത്ത് ദുഃഖിക്കും. ജനിക്കാനിരിക്കുന്ന നാളുകളെ ഓർത്ത് പ്രതീക്ഷയോട് കാത്തിരിക്കും. ഒരു ചിന്തകൻ പറഞ്ഞു, ഇന്നലകൾ മരിച്ചുപോയി, നാളുകൾ ജനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഇന്ന് തന്നിട്ടുണ്ട്. നാളെ ഞാൻ ഇന്നത് ചെയ്യാം. നാളെ നമ്മളുണ്ടോ? ഉറപ്പുണ്ടോ? ഇന്നലെ എനിക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ ദൈവം എന്ത് തന്നിട്ടുണ്ട്? ഒരു ഇന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഓർത്തണം, എൻ്റെ ഇന്ന് എങ്ങനെയാകണം? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ ആ പദത്തിൽ നിന്ന് ചില വാക്കുകളാണ് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവം തന്ന ഇന്നിനെ ഞാൻ പ്രയോജനപ്പെടുത്തിയാൽ എൻ്റെ ജീവിതം ധന്യമാകും. ഇന്ന്, ആ വാക്യം ഒന്ന് വായിച്ചോളൂ. ഇന്ന് മതി, ആ പദം കൊണ്ടല്ലേ. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ. അപ്പം ഇന്ന് ദൈവം എന്തിനു തന്നതാ? ദൈവശബ്ദം കേൾക്കാനാ. കേൾക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഓർക്കണം, അനുസരിക്കുക. ഇന്ന് എൻ്റെ ദൈവത്തെ ഞാൻ അനുസരിക്കുന്നെങ്കിൽ. ആവർത്തന പുസ്തകത്തിലൊക്കെ വരാമോ? 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പ്രാരംഭത്തിൽ വായിച്ചോളൂ. അതിനുശേഷം 15-ാം വാക്യം കൂടെ വായിച്ചോളൂ. ഇന്ന് പ്രാധാന്യമുണ്ടോ? ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന മതി. ആവർത്തന പുസ്തകം നമുക്കറിയാമല്ലോ, ആദ്യത്തെ 14 വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ. എന്നാൽ അതിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ പല മടങ്ങ് ശാപത്തിൻ്റെ വാക്കുകൾ കാണിക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ പറയുന്നത് 15 ഒന്ന് വായിച്ചോളൂ. ആ ആ ആ മതി. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇന്ന് ദൈവം എനിക്ക് എന്തോ തന്നിട്ടുണ്ട്? 2 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദൈവം എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്, ശാപവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചോണം, ഇന്ന് ഞാൻ എന്തോ കൊണ്ടാണ് പോകുന്നത്. ആ വാക്യത്തിൽ ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഓർപ്പിക്കാം. 28 അവിടെ തുടങ്ങുന്നത്. ആ വാക്യം വായിച്ചോളൂ, ഒരിക്കൽ കൂടെ വായിച്ചോ. 28. ആ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. ആ, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന, ഇന്ന് ദൈവം എന്നോട് പറയുന്ന അവൻ്റെ കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ. ആ, അടുത്ത വാക്യം കൂടെ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്. ഈ അനുഗ്രഹങ്ങളെല്ലാം, ഞാൻ വീണ്ടും ആ വാക്കെന്നോട് പറഞ്ഞിട്ട്, ഇന്ന് ഞാൻ ദൈവത്തെ അനുസരിച്ചാൽ എനിക്ക് എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. 15 വായിച്ചോ. അത് നമ്മൾ പലപ്പോഴും അങ്ങ് വിട്ടുകളയും. ആദ്യത്തെ 14 കൊണ്ടങ്ങ് അവസാനിപ്പിക്കുക. ആ ആ ആ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന പ്രമാണിച്ചു നടക്കാതിരുന്നാൽ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇന്ന് ദൈവം എന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സില്ല അനുസരിക്കാൻ. ഞാൻ അനുസരിച്ചാൽ എനിക്ക് അനുഗ്രഹമുണ്ട്. ഞാൻ പറയാം, എനിക്കിന്ന് സൗകര്യമില്ല, എനിക്ക് മനസ്സില്ല, ഞാൻ അനുസരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. അനുസരിക്കാതിരുന്നാൽ എൻ്റെ അനുഗ്രഹം നഷ്ടമാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാതിരുന്നാൽ. എനിക്ക് വളരെ ഗൗരവത്തോടെ അർത്ഥമാണ്. ഓരോ ദിവസവും ദൈവം വിളിച്ചത് എന്തിനാ? അനുഗ്രഹം പ്രാപിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ദൈവം പറയുന്ന അനുസരിച്ചോണം. ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇന്ന് എന്നെ കൊണ്ടൊക്കത്തില്ല, വേണ്ട. പക്ഷെങ്കിൽ എൻ്റെ അനുഗ്രഹമല്ല പോകുന്നത്, പകരം ശാപം വരിക. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാൾ എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ലോകത്തിൽ ഇപ്പം നമുക്ക് സൗജന്യമായി എന്തെങ്കിലും കിട്ടുന്നു, റേഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ, സർക്കാർ തരുന്ന എന്തെങ്കിലും ഒന്ന്, നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട, ചെന്നാൽ നിങ്ങൾക്കത് കിട്ടും. പോയില്ലെങ്കിൽ ശിക്ഷ വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് നഷ്ടമാകത്തേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന് പ്രത്യേകത, ഞാൻ ദൈവത്തെ അനുസരിച്ചാൽ എനിക്ക് അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ അനുഗ്രഹം പോകത്തേ ഉള്ളൂ. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെങ്കിൽ വചനം പറയുന്നു, അനുസരിക്കാതിരുന്നാൽ അത് ശാപമാണ്. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ന് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ, ഇന്ന് അങ്ങ് എന്നോട് എന്തോ പറയുന്നു?
ഞാൻ അനുസരിക്കാൻ തയ്യാറാ. അനുസരിച്ചാൽ എനിക്ക് അനുഗ്രഹം. ഇന്ന് ദൈവം എന്നോട് പറയുന്നത് എനിക്കിഷ്ടമല്ല എങ്കിൽ പോലും ഞാൻ അനുസരിക്കാതിരുന്നാൽ അത് ശാപമായി മാറും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇതാണ്, കർത്താവേ ഇന്ന് ഡെയിലി ഓരോ ദിവസവും കർത്താവേ എന്നോട് എന്ത് പറയുന്നു, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഇനിയും അടുത്തൊരു ഭാഗം പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഈ ദൈവത്തിൻ്റെ ശബ്ദം ആർക്കേ കേൾക്കാൻ പറ്റത്തുള്ളൂ? യോഹന്നാൻ്റെ സുവിശേഷം ഒന്നെടുക്കാം. യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇതിനോട് ചേർത്ത് വയ്ക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചോളൂ. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ഇനി 26 വായിച്ചു. അടുത്ത എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. മതി. ആ ഭാഗത്ത് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടെ ഓർത്തോണം. ഇന്ന് എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ കേൾക്കണം, അനുസരിക്കണം. ഇതിൻ്റെ മറുഭാഗത്ത് ഞാൻ പറഞ്ഞോട്ടെ, കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ദൈവത്തിൻ്റെ ആടല്ല. നമുക്കറിയാമല്ലോ, ഈ പലസ്തീൻ നാട്ടിൽ ആട്ടിടയന്മാർ ആടിനെ തീറ്റുമ്പോൾ ആ ഇടയൻ ഒരു പ്രത്യേക ട്യൂൺ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് പുറപ്പെടുവിച്ചാൽ ആ ആടിനറിയാം എൻ്റെ ഇടയൻ്റെ ശബ്ദമാണ്. അപ്പോൾ തന്നെ അല്പം അകലെ മറ്റൊരാട്ടിൻ പറ്റത്തെ മേയ്ക്കുന്ന മറ്റൊരിടയൻ കാണും. അദ്ദേഹം വന്നേച്ച് ഈ ആടിനെ ആ പേര് വിളിച്ചാൽ ഈ ആട് അനങ്ങത്തില്ല. കാരണം ആടിനെ ഇടയൻ്റെ ശബ്ദം അറിയാം. കാരണം ആ ആട് ആ ഇടയൻ്റെ ആടാണ്. മറ്റു പല ആടുകൾക്കും ഒരു പക്ഷേ ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ 26-ാം വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? അവിടെ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്. അടുത്തത് വായിച്ചു. എൻ്റെ ആടുകൾ. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? ദൈവത്തിൻ്റെ ആടായിരിക്കണം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. വളരെ ഗൗരവത്തോടെ യേശു കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ആടിനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ അങ്ങയുടെ ആട് തന്നെയാണോ? നമ്മൾ സ്വയം കയറി അവകാശപ്പെടുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകത്തില്ല, ഞാൻ ദൈവത്തിൻ്റെ ആടാണ്. ഞാൻ പറഞ്ഞാൽ പോരാ, ദൈവം കൂടെ പറയണം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കണമെങ്കിൽ, ഇടയൻ പറയുന്നത് കേൾക്കണമെങ്കിൽ ഒന്നാമത് നമ്മൾ പറയണം, ഞാൻ ദൈവത്തിൻ്റെ ആടാകണം. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചോണം. ഈ ഇടയൻ്റെ ആടിൻ്റെ പ്രത്യേകത വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ ആടിന് ഇടയനുമായി നല്ല ബന്ധമുണ്ട്. ഇടയൻ നടത്തുന്നിടത്തൂടെ മാത്രമേ ഈ ആട് നടക്കത്തുള്ളൂ. ആടിന് ഇഷ്ടമുള്ള വഴിയിലൂടെ നടക്കാൻ പറ്റത്തില്ല. ആടിനറിയാം, എന്നേക്കാൾ എന്നെ കരുതുന്നൊരിടയൻ എനിക്കുള്ളപ്പോൾ ആ ഇടയൻ്റെ വാക്ക് കേട്ട് ഇടയൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നടന്നാൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. എനിക്ക് വേണ്ട പച്ചപ്പുൽ എൻ്റെ ഇടയൻ എനിക്ക് തരും. എനിക്ക് വേണ്ട സ്വസ്ഥതയുള്ള വെള്ളം എൻ്റെ ഇടയൻ എനിക്ക് തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ ആടിന് മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ആദ്യത്തെ ഭാഗം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ആട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാൽ എന്ത് ചെയ്തോണം? അനുസരിക്കണം. അനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിച്ചില്ലെങ്കിൽ ശാപം. ഇനിയും ഈ ശബ്ദം കേട്ടിട്ട് ദൈവത്തെ പരീക്ഷിച്ച നമുക്ക് വീണ്ടും 95-ാം സങ്കീർത്തനത്തിൽ 8-9 ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചോളൂ. അവിടെ വളരെ ഗൗരവത്തോടെ പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. ചില വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ സംഭവിച്ചതിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ ശബ്ദം കേട്ടിട്ടും അനുസരിക്കാതെ എന്നെ പരീക്ഷിച്ചൊരവസരമുണ്ട്, നിങ്ങൾക്കതുണ്ടാകരുത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും അവിടെ വെച്ച് വായിച്ചോളൂ. അവിടെ വെച്ച്
മതി വേഗത്തിൽ. എന്താ ഈ മെരീബ, എന്താ മസ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വന്നേട്ടെ. 1-2 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് വായിക്കാം. ആ ആ മതി. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇസ്രായേൽ മക്കളുടെ യാത്ര ചരിത്രങ്ങൾ വിശദീകരിക്കാതെ ഞാൻ വേഗത്തിൽ ഓടിപ്പാൻ ആഗ്രഹിക്കുന്നു. ചെങ്കടൽ കടന്നു, മരുഭൂമിയിലൂടെ 3 ദിവസം സഞ്ചരിച്ച് മാറായിലെത്തി. ലഭിച്ചത് കൈപ്പുള്ള വെള്ളം. അവർക്കത് കുടിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ദൈവം അവരെ കുടിപ്പിച്ചില്ല, പകരം ദൈവം മധുരമുള്ള വെള്ളം അവർക്ക് കൊടുത്തു. യാത്ര മുന്നോട്ട് വന്നപ്പോൾ രഫീദീമിലെത്തി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പനക്കാരൻ പ്രയാണം ചെയ്ത രഫീദീമിൽ പാളയമിറങ്ങി. രഫീദീമിൽ വന്നപ്പോൾ ഇവർക്കുള്ള പ്രശ്നം വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഈ വെള്ളമില്ലാഞ്ഞപ്പോൾ ഇവർ ചെയ്ത കാര്യം വായിച്ചോ. 2-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചോ. ആ കലഹിച്ചു പറഞ്ഞു. ഞാൻ വേഗത്തിൽ അതിൻ്റെ പശ്ചാത്തലം കൂടെ മുന്നോട്ടൊന്ന് ഓടി വരാൻ ആഗ്രഹിക്കുന്നു. മാറായിലെത്തിയപ്പം കിട്ടിയ വെള്ളം എന്തുവാ? ദൈവം അതെന്താക്കി? അപ്പം ഇവിടെ വെള്ളമില്ലെങ്കിൽ ദൈവത്തിന് എന്തോ തരാൻ പറ്റും? വിശ്വസിക്കാമോ? കയ്പിനെ മധുരമാക്കിയ ദൈവം ഇപ്പം ഇവിടെ ഒന്നുമില്ല, ശൂന്യതയാണ്. പക്ഷേ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം എന്തോ ചെയ്യും? ദൈവത്തോട് അപേക്ഷിക്കാം. പക്ഷെ ഇവിടെ അവർ ചെയ്തത് എന്തുവാ? ഇംഗ്ലീഷ് വാക്യം ഒന്ന് വായിക്കാമോ? വേഴ്സ് 2. കലഹിച്ചു. ആരോടെ ഈ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ വായിച്ചോ. ആ Then all the congregation of the children of Israel set out on their journey from the wilderness of Sin according to the commandment of the Lord and camped in the Rephidim, but there was no water for the people to drink. Therefore the people contended with Moses and said, "Give us water, and we may drink." So Moses said to them, "Why do you contend with me? Why do you tempt the Lord?" ദൈവത്തെ പരീക്ഷിക്കുന്നു. ഒറ്റ വാക്യം നാടൻ ഭാഷ പറഞ്ഞാൽ ദൈവത്തോട് വഴക്കുണ്ടാക്കും. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, മാറായിലെത്തിയപ്പം ദാഹിച്ചു. 3 ദിവസം യാത്ര കഴിഞ്ഞു. ഇസ്രായേൽ മക്കളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പം നമ്മൾ ഓർക്കും, എന്തോ മനുഷ്യരെ ഇതൊക്കെ, ഇത്ര അത്ഭുതം കണ്ടിട്ടും ഇവനൊന്നും വിശ്വസിക്കാൻ കഴിയത്തില്ലേ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, അവരുടെ സ്ഥാനത്ത് നമ്മളെ എടുത്തു വെച്ചാൽ നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേറൊരാടെ കുറ്റം കാണാനും കുറ്റം പറയാനും നമുക്ക് എളുപ്പമുണ്ട്. ഇസ്രായേൽ മക്കളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നു എന്തോ ചെയ്തതിന്? ഞാൻ പറഞ്ഞല്ലോ, ഈ മാറായിലെത്തിയപ്പോൾ ഈ വെള്ളമില്ല, അഥവാ ആരോ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പം കയ്പെന്ന് തോന്നിയപ്പം അവർ പറഞ്ഞു, ഇത് കയ്പ. എന്നാൽ ഈ ജനം 3 ദിവസം മുമ്പ് നടന്ന അത്ഭുതം ഒന്ന് ഓർത്തിരുന്നാലോ. ചെങ്കണ്ട തീരത്തെത്തി, മുന്നിൽ വഴിയില്ല, പിന്നിൽ ഇപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞ് ആർത്ത് അട്ടഹസിച്ച് വരുന്ന ഫറവോന്റെ സൈന്യം, അലയടിച്ച് കയറി വരുന്ന ചെങ്കടൽ, കരിമ്പാറക്കെട്ടുകളാൽ നിറഞ്ഞ പർവ്വതങ്ങൾ, എങ്ങോട്ടും പോകാൻ വഴിയില്ലാതിരുന്നിടത്ത് അത്ഭുതകരമായി ദൈവം ഒരു വഴി തുറന്നത് മറന്നതുകൊണ്ടാ മാറായിൽ പിറുപിറുത്തത്. ഈ പകൽ ദൈവമക്കളെ ഞാൻ ഉറപ്പിച്ചോട്ടെ, ഇന്ന് ദൈവത്തോട് കലഹിക്കുന്നെങ്കിൽ ഇന്നലകളിൽ ചെയ്ത പലതും മറന്നുപോയിട്ടുണ്ട്. നമ്മളെ ഒന്ന് പരിശോധിച്ചാട്ടെ. കർത്താവേ, ഇന്നലെ നടത്തിയ വിധങ്ങളെ മറക്കാതെ ഇന്നത്തെ അനുഭവത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഓ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ചെങ്കടലിൽ വഴി തുറന്ന ദൈവം, മാറായിൽ സ്വീറ്റ് വാട്ടർ മധുരമുള്ള വെള്ളം കൊടുത്ത ദൈവം, രഫീദീമിൽ എത്തിയപ്പോൾ ഇവർക്ക് പറയാം, ദൈവമേ, അന്ന് മാറായിലെത്തിയപ്പോൾ ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞു, ഞങ്ങൾക്ക് മധുരമുള്ള വെള്ളം തന്ന ദൈവമേ, ഇവിടെ വെള്ളമില്ല, ഞങ്ങൾക്ക് ഇവിടെയും കുടിക്കാൻ എന്തെങ്കിലും തരണമേ എന്ന് ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിക്കാം. പക്ഷെങ്കിൽ അവിടെ പ്രത്യേക പദം എഴുതിയിട്ടുണ്ട്, ഇവർ കലഹിക്കുക. അവിടെ വെച്ച് ഇവരെന്തോ ചെയ്തു? അടുത്ത വാചകം 2-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുക. ദൈവമക്കളെ, ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ,
ഇന്ന് ഞാൻ എന്തുവാ ചെയ്യുന്നത്? ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചേ. ഇന്നലെ എനിക്ക് നന്മ കിട്ടിയില്ലേ? പ്രതീക്ഷിക്കാത്ത പലതും കർത്താവ് എനിക്ക് തന്നില്ലേ? ചോദിക്കാത്തതും ദൈവം തന്നില്ലേ? ഇത്രത്തോളം കൊണ്ടുവന്നില്ലേ? ഇന്നയോളം മാനിച്ചില്ലേ? കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞ കർത്താവ് ബന്ധുമിത്രാദികളുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ മാനിച്ചു ഉയർത്തിയില്ലേ? ഇന്ന് എൻ്റെ അനുഭവം എന്താ? ചിലത് കിട്ടിയപ്പോൾ കൂടുതൽ ഡിമാൻഡാണോ, അതോ ദൈവത്തോട് വിനയത്തോടെയുള്ളൊരു പ്രാർത്ഥനയാണോ? ദൈവത്തോട് കലഹിക്കല്ല്, ദൈവത്തോട് വഴക്കുണ്ടാക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്. ഇന്നലകളിൽ ദൈവം അത്ഭുതം ചെയ്തു, ഇന്നലകളിൽ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. ആ ദൈവം ഇന്ന് രഫീദീമിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്ന് ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. വേഗത്തിൽ ഇടഭാഗം വിട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. ദൈവം മോശയോട് പറഞ്ഞു, നീ വടിയെടുത്ത് പാറയടിക്കുക. വെള്ളം പുറപ്പെട്ടു. പക്ഷെങ്കിൽ അവിടെ ഒരു പ്രത്യേക പദം നമുക്ക് ശ്രദ്ധയിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഇസ്രായേൽ ഇപ്പൊ രഫീദീമിന്റെ പേരെന്തുവായി? പേര് മാറി, അവിടെ എഴുതിയിട്ടില്ലേ? മസ എന്നും മെരീബ എന്നും. സങ്കീർത്തനത്തിൽ വായിച്ചത് എന്തുവാ? മസ നാളിനെ പോലെയും മെരീബയിലെ പോലെയും ദൈവത്തെ പരീക്ഷിക്കരുത്. സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറ്റി. ഇന്ന് നമ്മൾ നമ്മുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചേ. ഞാൻ മെരീബയിലാണോ, ഞാൻ മസായിലാണോ? രഫീദീമിൽ ദൈവം അവിടെ പ്രത്യേക 1-2 പദങ്ങളൊക്കെ ഉണ്ട്. സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. യഹോവയുടെ ആലോചന പ്രകാരം തുടങ്ങുന്ന എങ്ങനെയാണല്ലോ ഇസ്രായേൽ മക്കൾ യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി. അങ്ങനെങ്കിൽ രഫീദീമിൽ ഇവർ സ്വയം മനസ്സാലെത്തിയതല്ല, സ്വയം ഇഷ്ടത്താൽ എത്തിയതല്ല, ദൈവം ഇവരെ കൊണ്ടെത്തിച്ചതാണ്. ദൈവം രഫീദീമിൽ എത്തിച്ചെങ്കിൽ രഫീദീമിൽ വെള്ളം തരാൻ ദൈവം മതിയായവന്. യെസ്, ഹല്ലേലൂയ. വെള്ളമില്ലാത്ത സ്ഥലത്താണ് കർത്താവ് എന്നെ കൊണ്ടെത്തിച്ചതെങ്കിൽ അവിടെയും എനിക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനാ. ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകണം. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. രഫീദീമിലാണെങ്കിലും മാറായിലാണെങ്കിലും ചെങ്കടലിന്റെ തീരത്താണെങ്കിലും നാളകളിൽ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു ദൈവം വിളിച്ചു പറയണം, ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ദൈവം എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. യെസ്, ഹല്ലേലൂയ. ആ ഭാഗം മുന്നോട്ട് വായിച്ചു വരുമ്പോൾ 1-2 കാര്യം കൂടെ ഓർപ്പിച്ച് പെട്ടെന്ന് പോവുകയാണ്. ഇന്ന് ദൈവത്തോട് എതിര് നിന്നാൽ ഉള്ള പ്രശ്നം. നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചോളൂ. അതിൻ്റെ തുടക്കമാ മതി. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് യാത്ര പോവുക. ഇടയ്ക്കിപ്പം യുദ്ധം, പ്രശ്നം. കാരണം എന്നാ? ഇന്ന് ദൈവത്തെ അനുസരിച്ചില്ല, അത്രയേ ഉള്ളൂ. രഫീദീമിൽ ദൈവം ആഗ്രഹിച്ചത് എന്താ? ഇവർ അനുസരിക്കണം, ഇവർ സ്തോത്രം പറയണം. ഞാൻ പറഞ്ഞല്ലോ, ചെങ്കടലിൽ അത്ഭുതം ചെയ്ത ദൈവം ഇവരുടെ ചരിത്രം ഒന്നൊന്നായിട്ട് അങ്ങോട്ട് എടുത്തു വന്നാൽ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് ഒരു കാലത്തും രക്ഷപ്പെടത്തില്ലെന്ന് അവർ ചിന്തിച്ചത്. ഒരു ഭാഗത്ത് പ്രകാരം ഒരു പദം എഴുതിയിട്ടുണ്ട്, മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു. ഒരു കാലത്തും രക്ഷപ്പെടത്തില്ലെന്ന് കരുതിയെടുത്തു നിന്ന് രക്ഷപ്പെടുത്തി. ചെങ്കടലിനെ വറ്റിച്ചു, മാറായിൽ മധുരമുള്ള വെള്ളം കൊടുത്തു. രഫീദീമിൽ കൊടുക്കാൻ ദൈവം ശക്തൻ. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു. ദൈവാത്മാവ് ശക്തമായ ഒരു ദൂതായിട്ട് ആരോടൊക്കെയോ സംസാരിക്കുന്നു. ഇന്ന് നീ കലഹിക്കരുത്, ഇന്ന് നീ പരാതി പറയരുത്, ഇന്ന് നീ ദൈവത്തെ പരീക്ഷിക്കരുത്. ഇന്നലകളിൽ ദൈവം നിനക്ക് നല്ലവനായിരുന്നു, ഇന്നലകളിൽ ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്തു, ഇന്നലകളിൽ ആരും പോയിട്ടില്ലാത്ത ചില പുത്തൻ വഴി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തന്നെങ്കിൽ, ചില കയ്പായതിനെ ദൈവം മധുരമാക്കിയെങ്കിൽ
ഇന്നലകളെ ഓർത്ത് സ്തോത്രം ചെയ്തിട്ട് ഇന്ന് പറ, കർത്താവേ, ഇന്നും ഞാൻ ദാഹിക്കുന്നുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്, ഇന്ന് തരാൻ അവിടുന്ന് മതിയായവനെന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിന് നന്ദി കരേറ്റാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇസ്രായേൽ മക്കൾ കലഹിച്ചതുപോലെ ഞാൻ കലഹിക്കാറുണ്ടോ? യെസ്, ഹല്ലേലൂയ. ഞാൻ ഇസ്രായേൽ മക്കളുടെ ചരിത്രമൊക്കെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയേ. ഇവരുള്ളത് അങ്ങ് തുറന്ന് പറയും, പക്ഷെ നമ്മളെന്തോ ചെയ്തില്ല, പലതും പറയത്തില്ല, ഉള്ളിലെന്തോ ചെയ്തുകൊണ്ടിരിക്കും. എന്താ, ആരും കൂടില്ലേ? ഇവൻ നമ്മളൊക്കെ ഭക്തരല്ലേ? ഞാൻ വല്ലതൊക്കെ പറഞ്ഞാൽ വല്ലവരും കേട്ടാൽ എന്താ പറയും? പുറമേ പറഞ്ഞില്ലെങ്കിലും എന്തോ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ നീറ്റാ, ഡീസൻ്റാണ് ഇവർ ഇസ്രായേൽ മക്കൾ. വരുന്നത് അങ്ങ് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. അവർ ദൈവത്തോടൊക്കെ അങ്ങ് വഴക്കുണ്ടാക്കുക. നമ്മളും വഴക്കൊക്കെ ഉണ്ടാക്കുന്നവരാ, പക്ഷേ നമ്മളെന്തോ ചെയ്തില്ല, സ്തോത്രമേ പറയത്തുള്ളൂ 4 പേര് കാണുമ്പോൾ. ഉള്ളിൽ ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ദൈവം എന്നോട് പറയുന്നത് ഞാൻ കേട്ടാൽ മതി. ഇന്ന് എന്തോ ചെയ്യാൻ പറഞ്ഞു, ഞാനതങ്ങ് ചെയ്തു. ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പറ്റിയ പരാജയം ഇന്ന്, അഥവാ രഫീദീമിലെത്തിയ അന്ന് സ്തോത്രം ചെയ്യേണ്ടതിന് പകരം അവർ കലഹിച്ചു. ഫലം, ദൈവം അമാലേക്കിനെ അയച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്ന് അവൻ്റെ സ്വസ്ഥത പോയി. നമ്മൾ ഓർക്കണം, പലപ്പോഴും ജീവിതത്തിൽ സ്വസ്ഥത പോകുന്ന എപ്പോഴാണ്? ദൈവത്തെ അനുസരിക്കാത്തപ്പോഴാണ്. ഇന്ന് ദൈവം എന്നെ ആക്കിയിടത്ത് ഞാൻ വിശ്വാസമായി നിന്നുകൊണ്ട്, ഇന്ന് രഫീദീമ, വെള്ളമില്ല, പക്ഷേ ഞാൻ ചാകത്തില്ല, ദൈവത്തിന് അറിയാം എനിക്ക് വേണ്ടത് തരാൻ ദൈവം വിശ്വസന. റൈറ്റ് ടൈമിൽ എന്നെ മാനിക്കാൻ, പോറ്റാൻ, പരിപാലിക്കാൻ എൻ്റെ ദൈവം കൂടെ ഉള്ളപ്പോൾ ഞാൻ ഇന്നും സ്തോത്രം ചെയ്യാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വചനം കൂടി ഞാൻ ഓർപ്പിക്കാം. ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പ്രമാണം കൊടുക്കുമ്പോൾ പറഞ്ഞൊരു വാചകം 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നിട്ട്, ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 12 വാക്യങ്ങൾ വായിച്ചു. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസായിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ അടുത്തൂടെ വായിച്ചേ. നിനക്ക് നന്നായിരിക്കേണ്ടതിന് മതി. നമുക്കറിയാമല്ലോ, ആവർത്തന പുസ്തകം വന്നപ്പോൾ ഈ പ്രമാണങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ചു കൊടുക്കുക. വ്യക്തമായിട്ട് അവിടെ പറയുമ്പോൾ മോശ അവിടെ പറയുന്നൊരു പ്രത്യേക പദമുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസ്സയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. വീണ്ടും ഓർപ്പിക്കുക, അന്ന് രഫീദീമിൽ ആ സ്ഥലത്തിന് പേര് മാറ്റിക്കൊണ്ട് മസായ എന്നാക്കിയ അവിടെ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ പരീക്ഷിക്കരുത്. പകരം ദൈവത്തിന് ഹിതവും പ്രസാദവും ഉള്ളത് മാത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ പറയാം, കർത്താവേ, ഇന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമേ. ഇന്ന് ദൈവം എന്നോട് എന്തോ പറയുന്നു അത് ചെയ്യാനുള്ള കൃപ തരണമേ. എനിക്ക് ചിലപ്പോൾ ഇല്ലായ്മ കാണും, പോരായ്മ കാണും, പലതും ഞാൻ ആഗ്രഹിച്ച പലതും എനിക്ക് കാണത്തില്ല, ക്ഷീണം കാണും, ദാഹം കാണും, പ്രശ്നം കാണും. പക്ഷെങ്കിൽ ഇന്നും ഞാൻ പരാതി പറയുകയല്ല, കലഹിക്കുകയല്ല. പകരം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എൻ്റെ ഇല്ലായ്മയുടെ ദിവസവും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. യെസ്, ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമുള്ളത് ചെയ്യാൻ തയ്യാറാകണം. ഞങ്ങളോട് പറഞ്ഞോട്ട്, ഈ രഫീദീമിലെത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. കർത്താവേ, ഇവിടെ വെള്ളമില്ല, വെള്ളമില്ലാത്തതിനായും സ്തോത്രം എന്ന് പറഞ്ഞു നോക്കാമോ? ഇല്ലായ്മയെ നോക്കി സ്തോത്രം പറയാമോ? അപ്പം ചിലപ്പോൾ ഒരു ചിലർ വരും, ഉള്ളതിന് പോലും സ്തോത്രം പറയാൻ പറ്റുന്നില്ല, അന്നേരമാണ് ഇല്ലായ്മയെ ഓർത്ത് സ്തോത്രം പറയുന്നത്. ഇല്ലായ്മ ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത് നോക്കാൻ. ഞാൻ ഉറപ്പായിട്ട് ഈ വചനത്തിൻ്റെ അടിത്തറ എന്നോട് പറയാം, ദൈവം നിങ്ങൾക്കത് തന്നിരിക്കും. ഇന്ന് ചിലതില്ല. കർത്താവേ, എനിക്കതില്ലാത്തതിനായി ധൈര്യത്തോടൊന്ന് പറഞ്ഞു. ഇപ്പോഴിരുന്നല്ല, വീട്ടിൽ ചെന്ന് ഇല്ലായ്മ എന്തെങ്കിലും ഇല്ലാതെ വരുമ്പോൾ ഒന്ന് സ്തോത്രം പറ.
ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയാം, നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കും. കാരണം എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഞാൻ ദൈവമേ ഇല്ലാത്തതിനായി സ്തോത്രം, ഇന്ന പ്രശ്നത്തിനായി സ്തോത്രം. പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ സ്തോത്രം പറഞ്ഞു. രോഗം നിങ്ങളെ ശരീരത്തെ അലട്ടുമ്പോൾ തന്നെ കർത്താവ് സൗഖ്യത്തിനായി സ്തോത്രം. കൃപ, ദൈവകൃപ. ഞാൻ ചോദിച്ചിട്ട് 100% വിടുതൽ കിട്ടിയിട്ട് സ്തോത്രം ചെയ്യേണ്ട. നിങ്ങൾക്ക് വാ തുറന്ന് സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അല്പം സൗഖ്യമുണ്ടെന്നല്ലേ. നിന്റെ നാവ് തളർന്നു പോയില്ലല്ലോ, ശരീരം തളർന്നു പോയില്ലല്ലോ. നിനക്ക് സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് ലഭിച്ച സൗഖ്യത്തെ ഓർത്ത് സ്തോത്രം പറഞ്ഞാൽ ബാക്കി സൗഖ്യം കൂടെ തരാൻ ദൈവം മതിയായവനാ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ഇങ്ങനെയൊന്ന് പറയാം, കർത്താവേ ഇല്ലായ്മകളെ നോക്കി സ്തോത്രം ചെയ്യാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ. യെസ്, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഇന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ സ്തോത്രം ചെയ്യാനാണ്. രഫീദീമിൽ എനിക്ക് വെള്ളമില്ല, പക്ഷെങ്കിൽ ഇന്നലകളിൽ വെള്ളം തന്ന ദൈവം എനിക്ക് കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് ഞാൻ ഇന്ന് സ്തോത്രം പറഞ്ഞാൽ എന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവം മതിയായവനാ. വേഗത്തിൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഇന്ന് ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ, സ്തോത്രം ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന കെടുതികളൂടെ വേഗത്തിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 10:9. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ, സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ ആ ചരിത്രമുണ്ട്. ഇവർ യാത്ര ചെയ്തു വന്നപ്പോൾ ദൈവത്തെ പരീക്ഷിച്ചു. അഗ്നിസർപ്പങ്ങളെ ദൈവം അവരുടെ ഇടയിൽ അയച്ച് അവരിൽ പലർ മരണപ്പെടാനിടയായി തീർന്നു. കാരണം ഇത്രയേ ഉള്ളൂ, പരീക്ഷിച്ചു. ദൈവത്തെ പരീക്ഷിച്ചാൽ ദൈവം ശിക്ഷ അയക്കും. അവിടെ വായിച്ചിങ്ങനെയാണ്, അവരിൽ ചിലർ ദൈവത്തെ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കരുത്. ഇന്ന് ദൈവത്തോട് കലഹിക്കരുത്. ഇന്ന് ഇല്ലായ്മകളെ ഓർത്ത് സ്തോത്രം പറ. ദൈവം എന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇസ്രായേലിന്റെ ചരിത്രം കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിന് എഴുതി തന്നിരിക്കുന്നു. പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. അവർക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത്. അവർ പിറുപിറുത്തത് കൊണ്ട്, അവർ പരീക്ഷിച്ചത് കൊണ്ട്, ഇന്ന് ദൈവം പറഞ്ഞത് പലതും അവർ ചെയ്യാഞ്ഞത് കൊണ്ട് അവർക്ക് കെടുതി വന്നെങ്കിൽ ഇന്ന് എനിക്കത് ഉണ്ടാകരുത്. കൃപ, ദൈവകൃപ. ദൈവത്തെ ഓരോ ദിവസവും നമ്മൾ ഓർക്കേണ്ടത്, എൻ്റെ ദൈവം ഇന്ന് എനിക്ക് തന്നു, ഇന്നത്തെ ദിവസം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ ചെയ്യേണ്ട കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചോളൂ. എബ്രായർ 4:3. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ആ ആ എൻ്റെ തൊട്ട് 2-ാം വാക്യം കൊടുത്ത് വായിച്ചോളൂ. 4-ന്റെ ആ ആ മതി. ഇംഗ്ലീഷിലൂടെ വാക്യം വായിച്ചോളൂ. വേഴ്സ് 2. For in need the gospel was preached to us as well as to them, but the word which they heard did not profit them, not being mixing with faith in those who heard it. മതി. അവിടെ വായിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കാണും. ദൈവത്തിൻ്റെ വചനം വിശ്വാസമായിട്ട് പരിണമിക്കണം. ഇംഗ്ലീഷിൽ അത് വായിച്ചത് വിശ്വാസമായിട്ട് മിക്സ് ചെയ്യണം. വചനം കേൾക്കുന്നുണ്ട്. ഇന്ന് കേൾക്കുന്ന വചനം പലപ്പോഴും വിശ്വാസമായിട്ട് മിക്സ് ആകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അല്പം കൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ, നമ്മൾ ആഹാരം കഴിക്കുന്നു, ഇത് ശരീരത്തിൽ പിടിക്കുന്നത് എപ്പോഴാണ്? സയൻസ് പഠിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, എപ്പോഴാണ് ആഹാരം എങ്ങനെയാണ് ശരീരത്തിൽ പിടിക്കുന്നത്? സലൈവ മിക്സാക്കും. എൻ്റെ അകത്തോട്ട് ചെല്ലുന്നതിന്
ഈ സലൈവ വന്ന് പിന്നെ ചില ആസിഡ്സൊക്കെ ഉണ്ട്, ഇല്ലയോ? ഞാൻ പഠിപ്പിക്കണോ അത്? ഈ ആസിഡും എല്ലാം കൂടെ കയറി മിക്സ് ആയി കഴിയുമ്പം ശരീരത്തിൽ ഇത് പുഷ്ടിയായിട്ട് ആരോഗ്യമായിട്ട് വരും. ഇനിയും ഇത് എൻ്റെ ശരീരത്തിൽ പിടിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ കഴിച്ചു, ആഹാരം പിടിച്ചില്ല, സംഭവിക്കുന്നത് എന്താ? വോമിറ്റിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ കൂടി ഇത് പുറത്തു പോകും. നല്ല ഒരു വോമിറ്റിങ് കഴിഞ്ഞാൽ ആളിനോട് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും ആൾ. അയ്യോ, ഒരു ഛർദിൽ കഴിഞ്ഞു, വയ്യ, തലപൊക്ക. എന്തുകൊണ്ടാണ്? ദഹിച്ചില്ല, ഇത്രയേ ഉള്ളു കാര്യം. എൻ്റെ അകത്ത് ചെന്നു, പക്ഷെങ്കിൽ ഇതെന്തോ ചെയ്തില്ല, ദഹിച്ചില്ല, ഞാൻ തളർന്നു. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ഭൗതിക ശരീരത്തിന് ഇത് സംഭവിക്കുമെങ്കിൽ എൻ്റെ ആത്മീക മനുഷ്യന് ഈ വചനം അങ്ങോട്ട് ചെല്ലുമ്പം വചനം വിശ്വാസമായില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ? എൻ്റെ അകത്തെ മനുഷ്യൻ അത് ക്ഷീണിക്കുക. മനസ്സിലാക്കണം, വചനം ദൈവം തരുന്നു, വചനം ഞാൻ അകത്തേക്ക് ഇടുന്നു, പക്ഷെ എന്തോ കൂടെ വരുന്നില്ല, മിക്സ് ആക്കുന്നില്ല. വിശ്വാസം കൂടെ മിക്സ് ആകുന്നില്ല. വിശ്വാസം മിക്സ് ആകാത്തത് നിമിത്തം പുറമേ ഉള്ള മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ദഹിക്കാഞ്ഞ് ഛർദ്ദിച്ചു കളയുന്നത് പോലെ എൻ്റെ അകത്തെ മനുഷ്യൻ വചനം ചെല്ലുമ്പോൾ വചനത്തിൻ്റെ കൂടെ വിശ്വാസം കയറാത്തത് കൊണ്ട് ഈ വചനത്തെ ഛർദ്ദിച്ചു കളയുക. ആത്മീയമായിട്ട് എന്നും ക്ഷീണമാണ്, തലപൊക്കാൻ പറ്റുന്നില്ല. ആഹാരം ചെല്ലാഞ്ഞിട്ടാണോ? ഈ പുസ്തകം ദൈവം നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതി തന്നിട്ടുണ്ടോ? മനസ്സിലാകുന്ന ഭാഷയിൽ 24 മണിക്കൂറും ഇത് വ്യാഖ്യാനിക്കുന്ന ദാസന്മാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ ഇത് എനിക്ക് ആരോഗ്യകരമായി തീരാത്തതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഇത് എൻ്റെ ജീവിതത്തിൽ വിശ്വാസം കൂടെ മിക്സ് ചെയ്യുന്നില്ല. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. 2-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം, അതിൻ്റെ അവസാന ഭാഗം. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വചനം കേൾക്കാഞ്ഞിട്ടല്ല, വചനം കേട്ടു, ഈ വചനത്തിൻ്റെ കൂടെ എന്തോ വന്നില്ല, വിശ്വാസം വന്നില്ല. വിശ്വാസത്തോട് മിക്സ് ചെയ്തില്ലെങ്കിൽ വചനം നമുക്ക് ഒരു പ്രയോജനവുമില്ല. ഇന്ന് നമുക്ക് ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുമ്പോൾ ഇത് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. യെസ്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വീണ്ടും ആ ഭാഗം ആവർത്തിച്ച് പറയുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വചനം കിട്ടാഞ്ഞിട്ടല്ല, അത് മിക്സ് ആകാത്തത് നിമിത്തം അത് ഞാൻ വൊമിറ്റ് ചെയ്ത് കളയുകയാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ എല്ലാ ദിവസവും ക്ഷീണിതനാണ്. നേരെ നിൽക്കാൻ കഴിയുന്നില്ല, ആരോഗ്യത്തോടെ നിൽക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയ കാറ്റടിച്ചാൽ ഞാൻ പതറിപ്പോകുന്നു, താഴെ വീഴുന്നു. ഒരു ചെറിയ വിഷയത്തിന് മുമ്പിൽ ഞാൻ തളർന്നു പോകുന്നു, ഞാൻ ഇല്ലാതെ പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ അത് വിശ്വാസമായി, വിശ്വാസത്തോട് ചേർന്ന് എനിക്കത് പ്രയോജനപ്പെടാൻ എന്നെ ഒരുക്കണമേ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. ഞാൻ എൻ്റെ വാക്കോട് അവസാനിപ്പിക്കുകയാണ്. 1:5 യാക്കോബ്. അടുത്ത വാക്യം അവിടെ പ്രത്യേക പദം വായിച്ചല്ലോ, ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോട്. അടുത്തത് മതി. വളരെ ഗൗരവത്തോടെ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സംശയിച്ചാൽ എനിക്കൊന്നും കിട്ടത്തില്ല, വിശ്വസിച്ചാൽ എനിക്കെല്ലാം കിട്ടും. സംശയിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്, കാറ്റടിച്ചലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കത്തില്ല. കടൽത്തീരത്തിൽ എന്നാൽ കാണാമല്ലോ, തിരയടിച്ച് ഇങ്ങോട്ട് കയറി വരും. ആ വരവ് കണ്ടാൽ ഇപ്പം ഞാൻ എല്ലാം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു വന്നേച്ച് അതുപോലെ ഇറങ്ങിയൊരു പോക്ക പോയിച്ച് വീണ്ടും അടുത്ത തിര എന്തോ വരും. ഇപ്പം ഞാൻ അങ്ങ് കരയ്ക്ക് വരെ വരും, ഇങ്ങോട്ടൊരു വരവ് വരും, വന്നേച്ച് അതുപോലെ. വിശ്വാസം വചനം കേൾക്കുമ്പം അയ്യോ, എൻ്റെ ജീവിതം നടക്കുമോ? ഇതെന്നോടാണോ? ഇതൊക്കെ വലിയ സ്പിരിച്വൽ ജയൻസ്, ആത്മീയ രാക്ഷസന്മാർക്കുള്ളതല്ലേ? ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇത് വല്ലതും പറ്റുമോ?
അതുപോലും വിശ്വസിക്കാൻ പറ്റുന്നവർക്കല്ലേ ഇതൊക്കത്തുള്ളൂ. ദൈവം വിശ്വാസം നമുക്ക് തന്നിട്ടില്ലേ? വേദപുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, യോഗ്യത ഒന്നും ദൈവത്തിന് വിഷയമല്ല. ഒരൊറ്റ കാര്യമേ ദൈവം നോക്കുന്നുള്ളൂ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു കർത്താവ് ഈ ഭൂമിയിൽ സൗഖ്യമാക്കിയവരോടൊക്കെ ചോദിച്ചത് നിനക്ക് വിശ്വാസമുണ്ടോ? ഇതുവരെ ദൈവമക്കളെ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ചിലത് വിശ്വസിക്കാൻ കഴിയുമോ? സംശയിക്കരുത്. ആ വാക്ക് വീണ്ടും ഞാൻ വായിക്കുന്നു, 6-ാം വാക്യത്തിൽ, അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണം. വായിച്ചോളൂ. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽത്തിരയ്ക്ക് സമൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാ, ഒന്നും നേടുന്നില്ല. യെസ്, ഹല്ലേലൂയ. കാറ്റ് എന്നെ എങ്ങോട്ട് വേണേലും കൊണ്ടുപോകാം. കരയ്ക്കോട്ട് ഈ കാറ്റ് തിരമാലകളെ അടിച്ചുകൊണ്ട് വരികയാണ്. ആ കാറ്റ് കഴിയുമ്പോൾ തിരമാല വീണ്ടും അത് ഇറങ്ങിപ്പോകുന്നത് പോലെ എന്തോ പ്രാപിക്കും, എന്തോ നേടും, എന്തോ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്ന പക്ഷെങ്കിൽ എൻ്റെ ഉള്ളിൽ സംശയമുള്ളത് നിമിത്തം എനിക്കൊന്നും നേടാൻ കഴിയുന്നില്ല. കാറ്റടിച്ചലയുന്ന കടൽത്തിരയ്ക്ക് സമൻ, ഇങ്ങനെയുള്ള മനുഷ്യൻ എൻ്റെ വാക്കോട് അവസാനിപ്പിച്ചോട്ടെ. സംശയിച്ചാൽ എനിക്കൊന്നും കിട്ടുമെന്ന് ഞാൻ സ്വപ്നം പോലും കാണരുത്. വിശ്വസിച്ചാലോ വല്ലതും നടക്കും. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഈ പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്നലത്തെ വിശ്വാസമല്ല, രക്ഷിക്കപ്പെട്ട നാളിലെ വിശ്വാസമല്ല. ഒരു പ്രത്യേക ഉണർവുണ്ടായപ്പം ഒരു പ്രത്യേക ആത്മീയ ചൈതന്യം വന്ന് ആ വിശ്വാസത്തെക്കുറിച്ചുമല്ല പറയുന്നത്. ഇന്ന് വിശ്വസിക്കാൻ കഴിയുമോ? കൃപ, ദൈവകൃപ. ഒരു നിമിഷം കണ്ണുകൾ നിറച്ചാട്ടെ. ഇന്ന് ഞാൻ എങ്ങനെ ആയിരിക്കുന്നു? ഇന്ന് ദൈവം എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കുമോ? ഇന്ന് എൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് എൻ്റെ വിഷയത്തിന്മേൽ ദൈവത്തിന് വലിവ് ചെയ്യാൻ കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാമോ? ഓ ഹല്ലേലൂയ. ദൈവം തന്നത് ഇന്ന്, നാളെ ജനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നാളെ ഞാനിവിടെ കാണുമോ നമുക്കാർക്കും പറവാൻ കഴിയത്തില്ല. പക്ഷെ എനിക്ക് ദൈവം ഒരു ഇന്ന് തന്നിട്ടുണ്ട്. ഇന്നിനെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് കഴിയുമോ? ഒരു നിമിഷം ദൈവകരങ്ങൾ കേൾപ്പിച്ച് വാ തുറന്ന് ദൈവമക്കൾ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി കരറ്റിക്കോ. കർത്താവേ, ഇന്ന് ദൈവം എന്നോട് പറയുന്നത് വിശ്വസിപ്പാൻ, ഇന്ന് ദൈവത്തെ വിശ്വസിപ്പാൻ, ഇന്ന് സംശയത്തോടല്ല വിശ്വാസത്തോടെ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്നത്തെ ചില ഇല്ലായ്മകളെ നോക്കി സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ ദൈവത്തിന് നന്ദി കരറ്റാൻ കർത്താവേ എന്നെ ഒരുക്കണമേ. ആ ആഗ്രഹമുള്ളവർ, വിശ്വാസമുള്ളവർ അല്പസമയം സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി കരറ്റിക്കോ. നിന്റെ ഇല്ലായ്മയെ നോക്കിക്കൊണ്ട് സ്തോത്രം പറഞ്ഞോ. ഒന്നും മടിക്കണ്ട, ധൈര്യത്തോട് പറ. നിങ്ങൾ പറയുന്നതിൻ്റെ കർത്താവിനോടാണ്. ദൈവത്തോട് പറഞ്ഞാൽ എൻ്റെ ഇന്നിനെ മാറ്റിമറിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ രക്തത്താൽ ജയം, ഹല്ലേലൂയ, ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും എന്ന പകൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന യേശു കർത്താവ് മാർത്തയുടെ സംശയം ഉന്നയിച്ചൊരു ചോദ്യത്തിന് യേശു കർത്താവ് കൊടുക്കുന്ന മറുപടി, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. മാർത്ത പറയുന്നതൊക്കെ ന്യായമാണ്. കർത്താവെ മരിച്ചു, 4 നാളായി, നാറ്റം വെച്ചു, ഇനി തുറക്കരുത്, നാറ്റമാ, നാട്ടുകാർ വെറുതെ വിടത്തില്ല, ആ കല്ല് മാറ്റരുത്. ഇതാണ് മാർത്തയുടെ അപേക്ഷ. യേശു പറഞ്ഞു, നാറ്റം വെച്ചതാണെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണെങ്കിലും വിശ്വസിച്ചാൽ മഹത്വം കാണാൻ പോവുക. ഇന്ന് പകൽ ഒരു നിമിഷം ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും, ദൈവത്തിന് വലിയ ചെയ്യാൻ കഴിയും. വിശ്വസിച്ചാൽ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് കരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ കർത്താവ് അതിനിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.